നമസ്കാരം. തീരുവ യുദ്ധം മുറുകുന്നതിനിടെ ഇന്ത്യ ആരുടെയും മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രംഗത്തു വന്നു. ട്രംപ് ഇനി എന്തൊക്കെ കളികൾ കളിച്ചാലും ഭീഷണിപ്പെടുത്തി കാര്യം കാണാമെന്നുള്ള ധാരണ ഇന്ത്യയിൽ വിലപ്പോവില്ല എന്ന മോദിയുടെ ഉറച്ച നിലപാട് തന്നെയാണ് കേന്ദ്രമന്ത്രിമാർ ഒന്നടങ്കം ആവർത്തിക്കുന്നത്. അങ്ങനെ കടലാസ് പുലി കാണിച്ചാൽ പേടിച്ചോടുന്ന ആളല്ല മോദി. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ കുത്തക ഭരണത്തെ പിടിച്ചുകെട്ടി BJP ഭരണം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, തുടർ ഭരണത്തിലൂടെ അത് നിലനിർത്തി പോരാൻ കഴിഞ്ഞുവെങ്കിൽ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ സൈനിക ശക്തിയും ആയുധബലവും കണ്ട് ലോകരാഷ്ട്രങ്ങൾ പോലും ഭയക്കുന്ന തരത്തിൽ ഇന്ത്യ മാറിയെങ്കിൽ, അതിനൊരൊറ്റ പേരേ ഉള്ളൂ, അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിന്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള US തീരുമാനം ഉൾപ്പെടെ തിരിച്ചടിയാവുന്ന സാഹചര്യത്തിലാണ് ഗോയലിന്റെ നിർണായക പരാമർശം പുറത്തു വന്നിരിക്കുന്നത്. ആഗോള വ്യാപാര കൂട്ടായ്മകളുമായുള്ള ഇന്ത്യയുടെ ഭാവി ഇടപെടലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രാജ്യം ഇന്ന് വളരെ ശക്തവും ആത്മവിശ്വാസവും ഉള്ളതാണ്, പ്രതിവർഷം 6% വളർച്ച കൈവരിക്കുന്നുവെന്നും വളർച്ച കൂടുതൽ ത്വരിതപ്പെടുത്താൻ തയ്യാറാണെന്നും പീയൂഷ് ഗോയൽ എടുത്തു പറയുകയുണ്ടായി. ആഗോളവൽക്കരണം ഇല്ലാതാവുന്നുവെന്ന വാദം തള്ളിയ അദ്ദേഹം രാജ്യങ്ങൾ അവരുടെ വ്യാപാര പാതകളും പങ്കാളികളും പുനഃക്രമീകരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഇന്ത്യ കൂടുതൽ കയറ്റുമതി ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്നും വ്യാപാര തടസ്സങ്ങൾ നേരിടുന്നതിനുള്ള നടപടികൾ ഇതിനകം തന്നെ നിലവിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സമ്പദ് വ്യവസ്ഥ $4 ട്രില്യൺ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാണ് നമുക്കുള്ളതെന്നും അതിൽ യുവാക്കളുടെ ശക്തി ഉണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. EFTA രാജ്യങ്ങൾ ഇന്ത്യയിൽ $100 ബില്യൺ നിക്ഷേപിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും ഇത് 10 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും ആകെ 50 ലക്ഷം തൊഴിലവസരങ്ങളും ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നിർജീവം എന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയെ ഗോയൽ വിമർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ നെഗറ്റീവ് പരാമർശം ലജ്ജാകരമാണെന്നും അതിൽ ഞാൻ അദ്ദേഹത്തെ അപലപിക്കുന്നുവെന്നും ഗോയൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രം ഒരിക്കലും ക്ഷമിക്കില്ല എന്നും കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു. ലോകം മുഴുവൻ നമ്മളെ അതിവേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി അംഗീകരിക്കുന്നു. ഒരു പക്ഷേ ട്രംപ് പോലും ആഗോള വളർച്ചയ്ക്ക് 16% സംഭാവന ചെയ്യുന്നു. ഇന്ത്യയിലെ 1.4 ബില്യൺ യുവ വൈദഗ്ധ്യമുള്ള അഭിലാഷമുള്ള പൗരന്മാർ ആഗോള പങ്കാളികൾക്ക് ശക്തമായ ഒരു ആകർഷണമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. UAE, മൗറീഷ്യസ്, ഓസ്ട്രേലിയ, EFTA മുന്നണി, UK, EU, ചിലി, പെറു, ന്യൂസിലാൻഡ്, US തുടങ്ങിയ രാജ്യങ്ങളുമായും വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളുമായും ഇന്ത്യ വ്യാപാര കരാറുകൾ സജീവമായി പിന്തുടരുകയോ അന്തിമമാക്കുകയോ ചെയ്യുമെന്ന കാര്യത്തിൽ പീയൂഷ് ഗോയൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. US-ഉമായുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഭിന്നത തുടരുമ്പോഴും തീരുവ ഭീഷണി നിലനിൽക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്താനും അദ്ദേഹം മറന്നില്ല. ഇന്ത്യ ഇന്ന് കൂടുതൽ ശക്തവും ബഹുമാനിക്കപ്പെടുന്നതുമായ സ്ഥിതിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ഉന്നത നേതാവിന്റെ നേതൃത്വത്തിലാണ് രാജ്യം എന്ന് പീയൂഷ് ഗോയൽ ആവർത്തിച്ചു പറഞ്ഞു. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ വരല്ലേ ട്രംപേ, ഓടുന്ന വഴിയിൽ പുല്ലുപോലും മുളയ്ക്കില്ല എന്ന് ഓർത്തു വേണം ഇറങ്ങിത്തിരിക്കാൻ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച